ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആർട്ടിസ്റ്റ് സുബിൻ ബാല. എങ്ങനെയാണ് നമുക്ക് ആർട്ട് വർക്കുകൾ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുക? ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ കണ്ടന്റുകൾ ഇടുന്നതും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസും ഡൗട്ടുകളും ഒക്കെ വരുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു വീഡിയോ സെക്ഷൻ എന്ന് പറയുന്ന ഒരു Q&A സെക്ഷൻ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആർട്ട് ക്ലാസ്സുകളിലൂടെയും ട്യൂട്ടോറുകളിലൂടെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആർട്ടിസ്റ്റ് സച്ചിനാണ്. സോ ആർട്ടിസ്റ്റ് സച്ചിനെ ഞാൻ ഈ ഒരു Q&A സെക്ഷനിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. യെസ്, നമസ്കാരം. അപ്പൊ ആദ്യം എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ആദ്യം തന്നെ താങ്ക് യു പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കണക്കാക്കുകയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് വരയ്ക്കുന്നവർ, പക്ഷെ പലപ്പോഴും അത് ഇൻകം ആക്കി മാറ്റുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്ത കാരണം ഒരുപാട് കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. സോ അവർക്ക് വേണ്ടി എൻ്റെ മൈൻഡിലുള്ള ക്വസ്റ്റ്യനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ആദ്യം ചോദിക്കാനുള്ളത്, വിപിൻ്റെ ആ പേരിൻ്റെ ഒപ്പം ഉള്ള ഒരു ഒരു വേർഡ് ഉണ്ടല്ലോ, ആർട്ട് മാർക്കറ്റിംഗ് കോച്ച്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എന്താണ് ബിഹൈൻഡുള്ള സ്റ്റോറി? ഷുവർ. മെയിൻലി ഞാനിപ്പോൾ ഈ ഒരു ആർട്ട് മാർക്കറ്റിംഗ് കോച്ച് എന്നുള്ള രീതിയിൽ വരാനുള്ള കാരണം തന്നെ നമ്മുടെ കോമൺലി ആർട്ടിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ അവർക്കത് ആളുകളിലോട്ട് എത്തിക്കാനോ അതിനൊരു മോണിറ്റൈസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. സോ ആ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ആർട്ട് വർക്കുകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി പേരിലോട്ട് എത്തിക്കാനും അതിലൂടെ വലിയൊരു ഇൻകം ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷനായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. സോ ആ ഒരു രീതിയിലാണ് ആർട്ട് മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആക്കി എടുക്കുന്നത്? ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? ആക്ച്വലി നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പിന്നീട് ഫോണിലാണെങ്കിലും ഏത് യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഏത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിന്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ ആ ഒരു രീതിയിൽ ഒരാൾക്ക് ആർട്ട് ആവശ്യം വരുന്ന ഏത് സിറ്റുവേഷനിലാണ്? ഒന്നുകിൽ ആർട്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടാവും, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും, ആർട്ടിസ്റ്റ് ഇൻ നിയർ ബൈ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും, അവരുടെ മുന്നിൽ നമ്മുടെ ആർട്ട് വർക്കിൽ എത്തിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരാൾക്ക് ആർട്ട് വർക്ക് വാങ്ങാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് അയാളുടെ ഒരു കൂട്ടുകാരുടെ ബർത്ത്ഡേ വരുന്ന സമയത്താണെങ്കിലും ആനിവേഴ്സറി വരുന്ന സമയത്താണെങ്കിലും ഒക്കെ ആ ഒരു ടൈമിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കാണിക്കുന്നതിനാണ് നമുക്ക് ആർട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയൊരു സ്റ്റോറി ആലോചിക്കായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പടം വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെട്ടു. എൻ്റെ നാട്ടിൽ തന്നെ ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഞാൻ പോയ സമയത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് ആർട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് സെല് ചെയ്യുന്നത്, ഏത് സ്ഥലത്തേക്കാണ് സെല് ചെയ്യുന്നത് ചോദിച്ച സമയത്ത് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നില്ല. അതിന് പകരം ഒഴിവാക്കുന്ന പോലെ ഒരു സംസാരമാണ് ചെയ്തത്. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തല്ല, അന്നത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം കുറെ കൂടി മാറി. പ്രത്യേകിച്ച് വിപിൻ്റെ പ്രൊഫൈലൊക്കെ കാണുന്ന സമയത്ത് ഈ ആർട്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ച്, ആർട്ടിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം, അത് സ്പെസിഫിക്കലി എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ആർട്ടിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു മേഖലയെക്കുറിച്ച് അധികം ആരും സംസാരിച്ച് കണ്ടിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയത്? ആക്ച്വലി ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആർട്ട് വർക്ക് സെല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന കുറെ വഴികളുണ്ടായിരുന്നു. അതായത് വല്ല സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് നമ്മുടെ ആർട്ട് വർക്ക് ഫ്രെയിം ചെയ്ത് അവിടെ വെക്കാം, അത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് വിളിക്കും. ഞാൻ അങ്ങനെ കുറെ വെച്ചു, പക്ഷെ ആരും വിളിച്ചില്ല. അതുപോലെ കുറെ ആർട്ടിസ്റ്റ് ഗാലറിയിലൊക്കെ ചോദിച്ചു. അപ്പൊ അവരെ പറഞ്ഞു, നമ്മൾക്ക് ഓൾറെഡി പെയിന്റ് കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും അവർക്ക് ഓൾറെഡി ഉള്ളൊരു പെയിന്റ് പ്രിന്റ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതലായിട്ട് ലാഭം. അപ്പൊ നമ്മുടെ അങ്ങനെ ആർട്ട് വർക്ക് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ കുറെ ആർട്ടിസ്റ്റുകളോട് ചോദിച്ചു നോക്കി എങ്ങനെയാണ് ആർട്ട് സെല് ചെയ്യാനായിട്ട് പറ്റാനുള്ളത്. അപ്പോൾ അങ്ങനെ എവിടെ നിന്നും എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറെ പഠിക്കാനായിട്ട് ശ്രമിച്ചു, കുറെ കോഴ്സുകൾ പർച്ചേസ് ചെയ്തു, കുറെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞാനത് ക്രാക്ക് ചെയ്തു. എങ്ങനെയാണ് ആർട്ട് വർക്ക് നമുക്ക് റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെല് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ക്രാക്ക് ചെയ്തു. സോ ആ ഒരു ടൈമിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒബ്രോ മാളിൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഒരുപാട് പേര് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ വർക്കിൽ കിട്ടും. അതിലൊരു സാലറി എന്നുള്ള ബേസിൽ നമുക്കൊരു 1 lakhന് മുകളിലൊക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, വരച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു 10,000 15,000 ഒക്കെ അവർക്ക് സാലറി ആയിട്ട് കിട്ടും. പക്ഷേ ഇൻ കേസ് ആ മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ
സീറോ ആണ് അവർ. എത്ര നല്ല സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര നന്നായിട്ട് വരയ്ക്കും, എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടും അവർക്ക് ആർട്ട് വർക്കിൽ കിട്ടുന്നില്ല. ആഹ് എൻ്റെ ആർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വരച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്ന കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞ് വിളിച്ചു നോക്കുന്ന സമയത്ത് ആർട്ട് വർക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത് മോശമാണെന്നല്ല, പക്ഷെ ഇത്രയും നല്ലൊരു സ്കില്ല് കയ്യിൽ ഉണ്ടായിരുന്നിട്ട് കൂടി അത്ര ഒരു സിറ്റുവേഷൻ ആയിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ. സോ ഞാൻ ഏറ്റവും കൂടുതൽ ആർട്ട് വർക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഇൻകത്തിനേക്കാളും കൂടുതൽ അത് കൊടുക്കുന്ന ആൾക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഹാപ്പിനെസ്, അതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യാറുണ്ട്. സോ അതുപോലെ കുറെ പേരുടെ ലൈഫ് കൂടി ബെറ്റർ ആക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ചു. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടത്തെ അവർക്ക് മോണിറ്റൈസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭാഗമാക്കി മാറ്റാനായിട്ട് എനിക്ക് കഴിയുവാണെങ്കിൽ അത് ബെറ്റർ അല്ലേ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ആഹ് നല്ലൊരു ആൻസറാ തന്നെ. പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് ആർട്ടിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. എനിക്ക് ഇനി ഇതിനോട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഓൾറെഡി വരയ്ക്കുന്നവരും വര പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. അത് ഈ പറയുന്ന പോലെ തന്നെ നല്ല സ്കില്ലുള്ളവരുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഫൈനാൻഷ്യൽ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് എനിക്കും സ്റ്റാർട്ടിങ്ങിൽ സെയിം പ്രോബ്ലം ഞാൻ നേരിട്ട് വന്നാൽ എനിക്ക് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ റൈറ്റ് ബ്രെയിൻ ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ക്രിയേറ്റീവ് ഏരിയ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഫൈനാൻഷ്യൽ എന്ന് പറയുന്ന കാര്യം, മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വീക്കായിരിക്കും. പക്ഷേ അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ മലയാളികൾക്കിടയിൽ കേരളത്തിൽ കുറെ കൂടി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടാത്തത്? ഫൈനാൻഷ്യലി നല്ല രീതിയിൽ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സ്കിൽ ഉണ്ടായിട്ടും എവിടെയാണ് അതിന്റെ പ്രോബ്ലംസ് വരുന്നത്? എന്താണ് വിപിന്റെ അഭിപ്രായം ഒരു കാര്യത്തിൽ? ഫസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണെന്നുള്ളതാണ്. എനിക്കും ആദ്യം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഇതൊന്നും പോസിബിൾ അല്ല എന്നുള്ള തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. എനിക്കൊരു മെന്റർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി ബിസിനസ് ഓണേഴ്സ് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെന്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഒരു മന്ത്ലി ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടാക്കാൻ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു. എനിക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരുന്നു. അതിലും വലിയ എത്രയോ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പഠിപ്പിച്ചത് എൻ്റെ ഒരു മെന്റർ പ്രവീൺ സാർ ആയിരുന്നു. സോ എല്ലാവരുടെയും കോമൺലി നമുക്ക് നമ്മുടെ സിനിമയിലൊക്കെ കാണും, ഒരു ആർട്ട് വർക്ക് വരച്ചുകൊണ്ട് ലക്ഷങ്ങളൊക്കെ ആ ഒരു പെയിന്റിങ്ങിന് കൊടുക്കുന്നത്, അതൊക്കെ വെറും ഒരു ഫാന്റസി ആണെന്നുള്ള രീതിയിൽ പലരുടെയും ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. മീൻസ് അത് നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന, നമ്മുടെ ആർട്ട് വർക്കിൽ സെല് ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ കൂട്ടുകാരുടെ അടുത്തും നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്തുമായിരിക്കും. അവർ ആക്ച്വലി നല്ല റേറ്റ് നമ്മുടെ അടുത്ത് വാങ്ങില്ല. നമുക്കൊരു വൈഡ് എക്സ്പ്ലോഷൻ എന്തായാലും കിട്ടേണ്ട അത്യാവശ്യമാണ്. സോ അതില്ലാത്തതുകൊണ്ട് പലർക്കും അത് മനസ്സിലാക്കുന്നില്ല, അത്ര ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. യെസ്, ആർട്ട് ഫീൽഡിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ പറയുന്ന പോലെ ആദ്യം മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അതിലൂടെയാണ് നമ്മൾ പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ടായിരിക്കുക. ഇതിനോട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു വെബ്സൈറ്റിലൊക്കെ എൻ്റെ ആർട്ട് വർക്ക് ഇട്ട് എനിക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ, ഇപ്പോൾ ഒരുപാട് ഇന്റർനാഷണൽ വെബ്സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഡോളറിലൊക്കെ അവർ ആർട്ട് വർക്ക് സെല് ചെയ്യാൻ ഇടുന്നത്. നമ്മളതൊക്കെ കണ്ട് ചിലപ്പോൾ അതിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക ചിലപ്പോൾ ഇതൊന്നും വർക്കൗട്ട് ആവില്ല എന്നുള്ള സത്യം. ശരിക്കും ഒരു ആർട്ടിസ്റ്റിന് നല്ല ആർട്ട് വർക്കുകളുടെ ഒരു കളക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ ആർട്ട് വർക്ക് സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്തായിരിക്കും? നമുക്ക് ആക്ച്വലി ആർട്ട് സെല് ചെയ്യാനായിട്ട് ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എറ്റ്സി, സാച്ചി ആർട്ട്, അതുപോലെ ഇന്റർനാഷണലി നമുക്ക് ആർട്ട് വർക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒത്തിരി പ്ലാറ്റ്ഫോംസ് സച്ചിൻ പറഞ്ഞ പോലെ ഇതുപോലെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് വരും. നമുക്കിപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ആർട്ട് വർക്കുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നല്ലാതെ നമുക്കൊരു ന്യൂ കമേഴ്സിന് അധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സോഷ്യൽ മീഡിയാസ് തന്നെയാണ്. അവിടെ നമുക്ക് സെൽഫായിട്ട് ബ്രാൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ആർട്ട് വർക്കിൽ അതിൽ ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ്ലി നമുക്ക് ഡാറ്റ കിട്ടും. ഇത്ര രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മന്ത് എത്ര ഇൻകം കിട്ടും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മറ്റു വെബ്സൈറ്റിലൊക്കെ ആവുന്ന സമയത്തുള്ള ഇഷ്യൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റ ഉണ്ടാവില്ല. ഏതെങ്കിലും ടൈമിൽ നമ്മുടെ ആർട്ട് വർക്കിൽ ഇൻ കേസ് ഏതെങ്കിലും ഭാഗ്യം കൊണ്ട് അവർ കൊണ്ടുപോയാൽ അങ്ങനെ മാത്രമേ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവുള്ളൂ. ഭൂരിഭാഗം പേർക്ക് നമുക്ക് ഈ എക്സിബിഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. അപ്പം അതിന്
നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ലോകത്തിലെ എല്ലാവരിലോട്ടും നമുക്ക് നമ്മുടെ ആർട്ട് വർക്ക് എത്തിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെയാണ്. പലരും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരി ലൈക്കുകൾ കിട്ടണം, ഒത്തിരി ഫോളോവേഴ്സ് കിട്ടണം എന്നുള്ളതല്ല, പക്ഷെ അതിനെ പ്രോപ്പർ ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ വലിയ രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് അറൗണ്ട് 3000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ടൈമിലാണ് 1 ലാഖിന് മുകളിൽ ആർട്ടിലൂടെ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ഫോളോവേഴ്സോ ലൈക്കോ കാര്യങ്ങളൊന്നും അല്ല, കൺസിസ്റ്റൻസിയും അതിൽ നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. യെസ്, ആ പറഞ്ഞാൽ നല്ലൊരു പോയിന്റ്. പലപ്പോഴും ഒരുപാട് പേരുടെ വിചാരമുണ്ട് ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഒരു ചോദ്യം കൂടി, ഈ പറയുന്നതിൽ ഏത് സോഷ്യൽ മീഡിയ ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? കുറേ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. നമുക്ക് മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിലെല്ലാത്തിലും ഒരു ബ്രാൻഡ് നെയിം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പലതിലും പല പേരുകളൊക്കെയും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഒരു പേര്, ഫേസ്ബുക്കിൽ ഒരു പേര്, അങ്ങനെ അല്ലാതെ ഒന്ന് കോമൺ ആയിട്ട് നമ്മളൊരു ബ്രാൻഡിങ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. യൂട്യൂബും നല്ല രീതിയിൽ നമ്മുടെ ഒരു ബ്രാൻഡിങ് ഉയർത്താൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു 3 അക്കൗണ്ടുകൾ നമുക്ക് മസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ്. യെസ്, ഒരു ചോദ്യം കൂടി. ഞാൻ കൊച്ചിയിലൊക്കെ ആർട്ട് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ ഫീൽഡിൽ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ടാവില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കിയിട്ടായിരിക്കും. വിപിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ആദ്യമൊക്കെ ആർട്ട് വർക്ക് സെല് ചെയ്യാൻ നോക്കുമ്പോൾ കുറേ മിസ്റ്റേക്ക് വരുത്തിയിട്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നത്. അപ്പം ആ സമയത്തൊക്കെ പലപ്പോഴും പലരും എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഇന്റർനാഷണലി നടക്കും. ആർട്ട് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്നതൊക്കെ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകൾക്ക് പറ്റും, പക്ഷെ കേരളത്തിൽ അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇതുപോലെ കമ്മീഷൻ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആർട്ട് വർക്ക് സെല് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴും അങ്ങനെ അഭിപ്രായപ്പെടുന്ന ഒരു കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അതായത് എൻ്റെ ചോദ്യം ഇതാണ്, ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലെ ആർട്ട് സെല് ചെയ്ത് ഇൻകം ജനറേറ്റ് എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ നടപ്പാവില്ല എന്നൊരാൾ വിപിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി? അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. മീൻസ് ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് ഒബ്രോമാളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ആ ഒരു ചെറിയ മാളാണ്, അവിടെ വന്നു പോകുന്ന ആർട്ടിസ്റ്റുകൾ മാത്രം, അവിടെ വളരെ ചെറിയൊരു കടയുണ്ടായിരുന്നത്. അവിടെ തന്നു പോകുന്ന ആർട്ട് വർക്കുകൾ തന്നെ മന്ത്ലി 1 ലാഖിന് മുകളിൽ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ മാളിലും ഇതുപോലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ ഇത്രയധികം ആവിഷ്കാരമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരിലോട്ട് എത്താൻ പറ്റാത്തതാണ് ആക്ച്വലി ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് അവരിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ട്രസ്റ്റ് ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കരസ്ഥന് അറിയാലോ, നാട്ടിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ ഒരു രീതിയിൽ ഒത്തിരി പോസിബിലിറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്. കേരളത്തിൽ തന്നെ ശരിക്കും നമുക്ക് വലിയ രീതിയിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ശരിക്കും അബ്രഹ്മാളിനേക്കാൾ വലിയ മാളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. അതെ അതെ. അത് പലപ്പോഴും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നമ്മുടെ പോസ്റ്റൊക്കെ ഇപ്പൊ വിപിൻ്റെ 2-3 പോസ്റ്റ് റീച്ച് ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു 1 മില്യൺ ഒക്കെ കയറിയ ഉം. സമയം. അപ്പൊ ആ സമയത്ത് എങ്ങനെയാ വിപിൻ്റെ സെയിൽസിനെ എങ്ങനെയാ കണക്ട് ചെയ്ത്, എങ്ങനെയായിരുന്നു സെയിൽസ് ഇൻക്രീസ് ചെയ്തോ? ആ ടൈമിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ ആവശ്യം ഉണ്ടാകുന്നെങ്കിൽ പോലും കുറച്ച് കഴിയുന്ന സമയത്ത് ഓർഗാനിക്കലി നമുക്ക് എനിക്ക് ആദ്യമൊക്കെ ഞാൻ ആർട്ട് വർക്ക് കിട്ടുന്നില്ല എന്നുള്ളായിരുന്നു പ്രോബ്ലം. പിന്നീട് റെഗുലർ ആയിട്ട് നമ്മൾ ആർട്ട് വർക്ക് പോസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന വർക്കുകൾ ചെയ്യാൻ ഒട്ടും സമയമില്ല എന്നുള്ളതാണ് ഇഷ്യൂ. സോ അത് ഞാൻ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈമിൽ എനിക്ക് ടോട്ടലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന ആർട്ട് വർക്കുകൾ മാനേജ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും. സോ ആ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് കിട്ടിയ ടൈമിൽ എനിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആയിരുന്നു. ശരിക്കും ഞാനും എൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ കമ്മീഷൻ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ആർട്ട് ടീച്ചർ എന്നുള്ള പേരിലാണ്. എന്നിട്ട് പോലും എനിക്ക് കമ്മീഷൻ വർക്കിൻ്റെ എൻക്വയറീസ് വരുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കമ്മീഷൻ വർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടായിരിക്കും. ചിലപ്പോൾ അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിങ് ആയിരിക്കും, നിങ്ങളുടെ ആ വീഡിയോ പ്രസൻറ്റേഷൻ സ്കില്ലായിരിക്കും, അല്ലെങ്കിൽ വീഡിയോയിലൂടെ കൊടുക്കുന്ന മെസ്സേജ് ആയിരിക്കും. അതൊന്ന് ചെറുതായിട്ടൊന്ന് ടീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ മൈൻഡിൽ, അയ്യോ ഞാൻ അത്രയും ടെക്നിക്കലി ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്, പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ടെക്നിക്കലി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ടും നമുക്ക് പെയ്ഡായിട്ടും നമുക്ക് എൻക്വയറീസ് എല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനർ, ഒരു എക്സാമ്പിൾ എടുത്തു, ഒരു വളരെ ആർട്ടിൽ വന്നൊരാൾ, ബിഗിനർ ആയിട്ടുള്ള ഒരാൾ, ഒട്ടും ടെക്നിക്കൽ സ്കില്ലില്ലാത്ത ഒരാൾ, ആൻഡ് ഒരു ഏജ്, ഒരു എക്സാമ്പിൾ എടുത്തു, ഒരു 60 ഏജ് ഉള്ള ഒരാൾ. അങ്ങനത്തെ ഒരാൾക്ക്
ഈ ടെക്നോളജി ഒക്കെ പഠിച്ച് ആർട്ടിന്റെ മാർക്കറ്റിംഗ് രീതികളൊക്കെ പഠിച്ച് എല്ലാ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പഠിച്ച് വിപിൻ ജനറേറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ വിപിനേക്കാളും കൂടുതൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി ഇതിൽ ടെക്നിക്കൽ സ്കിൽസിന്റെ അധികം ആവശ്യം വരുന്നില്ല. നമുക്ക് ബേസിക്കലി മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വലിയ കുറേ സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡെയിലി കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്ന ആ ഒരു പ്രോസസ് അല്ല വരുന്നത്. വൺസ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന രീതിയിൽ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ മേ ബി കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. നമ്മുടെ കയ്യിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഒരു ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എനിക്കും ആദ്യം യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആദ്യ ടൈമിൽ കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് എടുത്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. വൺസ് നമ്മൾ അതൊന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യാതൊരു പണിയില്ല. ജസ്റ്റ് അതിലൊരു സച്ചിൻ അറിയാമായിരിക്കും, നമുക്കൊരു ബട്ടൺ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി, അഡ്വർടൈസ്മെന്റ് റൺ ആവും. നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ അടുത്തോട്ട് ആൾക്കാർ വരുന്ന മെസ്സേജിനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആർട്ട് വർക്കിൽ നമ്മുടെ അക്കൗണ്ടിലൂടെ പേയ്മെന്റ് ചെയ്യുന്നവരെ ആ ഒരു പ്രോസസ്സ് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അത് ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പുതിയൊരു കാര്യം പഠിക്കുന്നതിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഏജ് റെസ്ട്രിക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിൽ. ഈ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി എല്ലാവരുടെയും മൊബൈലിൽ ഫേസ്ബുക്ക് എടുത്തു കഴിയുമ്പോൾ ബൂസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. അപ്പൊ പലരുടെയും വിചാരം ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പൊ അതിലൊന്ന് ക്ലാരിറ്റി വരുത്താവോ? ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ വേയിൽ എങ്ങനെയാ ചെയ്യണ്ടേ? ആക്ച്വലി നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇത്തരത്തിൽ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഓരോ പ്രൊഡക്റ്റ് സെല് ചെയ്യാനും ഓരോ സർവീസ് സെല് ചെയ്യാനായിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അത് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. ആർട്ടിനും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബൂസ്റ്റ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ജസ്റ്റ് നമുക്ക് ആളുകളെ വ്യൂ കൂട്ടാൻ, നമ്മുടെ ഒരു എൻഗേജ്മെന്റ് കൂട്ടാൻ, മീൻസ് കൂടുതൽ ആൾക്കാർ നമ്മുടെ പ്രൊഫൈൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യാൻ, അത്തരത്തിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഈ ബൂസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഇന്റർഫേസ് വേറെ ഉണ്ട്. ബാക്കിയുള്ളവർ ചെയ്തിരിക്കുന്ന മാർക്കറ്റിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ ഏത് രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനെല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വാട്സപ്പും ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതിലുള്ള ഫുള്ളി ഡാറ്റാസ് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ബൂസ്റ്റ് ബട്ടൺ ഒന്നും കൊടുത്ത് വെറുതെ കാശ് കളയാനായിട്ട് നിൽക്കരുത്. ഞാൻ ആദ്യം കുറെ കളഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളുടെ അടുത്ത് പറയുന്ന സമയത്ത് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്കൊരു ഏജൻസിനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ആദ്യം ഏജൻസിനൊക്കെ ഏൽപ്പിച്ചതാണ്. പിന്നെ വിപിൻ അറിയാവുന്ന ഒരുപാട് റീസൺ കൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നവർക്ക് കൂടി വേണ്ടിയിട്ട് എന്തുകൊണ്ടാ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം? അപ്പൊ വിപിൻ ഇതെല്ലാം നമ്മളെ സ്വന്തമായിട്ട് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ആൻഡ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ എല്ലാം ഒരു ഏജൻസിനെ ഏൽപ്പിക്കാതെ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന മോണിറ്ററി ബെനിഫിറ്റ്സ് നമുക്കതിൽ കൂടുതലായിരിക്കും. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൊടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്, പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. അത് വേറൊരാൾക്കും പറ്റില്ല. അതിനെ ഏറ്റവും കെയർ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട്, മീൻസ് നമുക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചേഞ്ച് ചെയ്യാനും, അത് വളരെ എന്താ പറയുക, വലിയ വലിയ കാര്യമൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇതിന് നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നല്ലൊരു കമ്പനിയിൽ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടും. പക്ഷെ അത്രയും എമൗണ്ട് നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്നും ആർട്ടിസ്റ്റുകൾക്ക് അത് താങ്ങാനാവുന്നതിലും കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നാമത് എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതെന്തായാലും നമുക്ക് മാറ്റേണ്ടതുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഒത്തിരി നമുക്ക് ലോസസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുന്നത് അത്രയും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട് അതിൽ. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, ഗുഡ്. വേറൊരു ഡിഫറെന്റ് ഒരു പേഴ്സ്പെക്റ്റീവുള്ള ഒരു ചോദ്യം കൂടി.
നമ്മൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് കുറച്ചധികം പോസ്റ്റുകൾ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ ഇട്ട് കുറച്ചൊന്ന് ഗ്രോ ആയി വരുമ്പോൾ ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ ഇതാണ്: NFT ആയിട്ട് ഇത് കൊടുക്കാൻ താല്പര്യമുണ്ട്. ഇംഗ്ലീഷിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതെ. അപ്പോൾ എനിക്കും ഇതുപോലെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ കുറെ കാലം മുമ്പ് NFT ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അതും കൂടി നമ്മൾ പറയണത് പറയുന്നതിനൊപ്പം തന്നെ NFT പോപ്പുലർ ആയിരുന്നു. NFT വെച്ച് കേരളത്തിലുള്ള ഒരുപാട് പേര് ആർട്ട് സെല്ല് ചെയ്ത് അല്ലെങ്കിൽ NFT സെല്ല് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇൻബോക്സിലോട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആണ്. അത് സ്കാം ആണോ, ഇനി ശരിക്കും ലോട്ടറി അടിച്ചാലോ? ഇപ്പൊ എന്റെ പല സ്റ്റുഡൻസ് എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും, സാർ ഇതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വിപിൻ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡെപ്തിൽ ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, NFT സാധ്യത എന്താണ് ഈ കാലഘട്ടത്തിൽ. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇൻബോക്സിലോട്ട് നിങ്ങളുടെ ആർട്ട് വർക്ക് എനിക്ക് ബൈ ചെയ്യാൻ, NFT ആയിട്ട് ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ, അത് സത്യമാണോ, ലോട്ടറി അടിക്കുമോ? രണ്ട് ചോദ്യമാണോ ഉള്ളത്. ഒന്നാമത് നമുക്ക് ഈ ഒരു കോമൺലി എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരിക്കുമായിരിക്കും. ആ ഒരു ടൈമിൽ ആ വിധത്തിൽ മെസ്സേജ് വരുന്നുണ്ടായിരിക്കും. അതിൽ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് തന്നെ അത്രയും ബിഗ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അതിനാവും നമ്മൾ ആർട്ട് വർക്കിൽ സെല് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ടായിരിക്കുക. ഈ ഒരു NFT എന്ന് പറയുന്നത് നോൺ ഫിഞ്ചിബിൾ ടോക്കൺസ് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ബിറ്റ് കോയിൻസ് ഒക്കെ ഇല്ലേ, അത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഡിജിറ്റൽ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നമ്പർ അതിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു പർപ്പസ് വരുന്നത്. നമുക്കത് ഒരാൾക്ക് സെയിൽ ചെയ്യണമെങ്കിൽ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഡിജിറ്റൽ ആകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കോപ്പി ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കോപ്പി ചെയ്യാതെ ലീഗലി അത് ഒന്നാക്കി മാറ്റുന്ന ഒരു പ്രോസസ് ആണത് പറയുന്നത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയ രീതിയിൽ ആർട്ട് വർക്കിൽ സെല്ലിനായി പോയിട്ടുണ്ട്. പക്ഷെ കറന്റ് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത്, പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള പോസിബിലിറ്റീസ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ ഡൗട്ടുകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് സ്വന്തമായിട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ ഈ ഒരു രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു 99% ഫ്രോഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരത്തിൽ ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്ന ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആർട്ട് വർക്കുകൾ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വരും, അവരുടെ ലിങ്ക് അയച്ചു തരും. ഒന്നുകിൽ ഒരു ഫിഷിംഗ് സൈറ്റ് വഴി നമ്മുടെ ഡാറ്റാസ് അവർ അടിച്ചെടുക്കും, അല്ലെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇനീഷ്യൽ പേയ്മെന്റ് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ യാതൊരു രീതിയിലും കാണുന്നുണ്ടാവില്ല. സോ ആ ഒരു രീതിയിൽ ഒത്തിരി പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വരുന്ന കേസുകളിൽ മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്വന്തമായിട്ട് തന്നെ NFT ലിസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ലോട്ടറി അടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ്. ശരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആവാന്ന് പറയുന്നത്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല. നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് പലതും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ വിപിൻ എത്തി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ, പിറകോട്ട് വിപിന്റെ ലൈഫിൽ കഴിഞ്ഞ കുറെ കാലഘട്ടത്തിലെ ഡിസിഷൻസും ചെയ്ത എഫേർട്ടും ആൻഡ് സ്റ്റാർട്ടിങ് സ്റ്റേജ്, എസ്പെഷ്യലി തുടക്ക കാലഘട്ടത്തിൽ ചെയ്ത എഫേർട്ടൊക്കെ ആലോചിച്ച് നോക്കുന്ന സമയത്ത്, ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിന്ന് പിറകിലോട്ട് നോക്കുമ്പോൾ എങ്ങനെയാ അതിനൊക്കെ നോക്കിക്കാണുന്നത്? ആൻഡ് അത് വെച്ചിട്ട് മറ്റുള്ള തുടക്കക്കാരായ ആർട്ടിസ്റ്റുകൾ, ഇതുപോലെ വിപിന്റെ പോലെ ഇൻകം ഏൺ ചെയ്യണം, ആർട്ട് വർക്ക് സെല് ചെയ്യണം, കമ്മീഷൻ വർക്ക് ഒരുപാട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശങ്ങൾ എന്തായിരിക്കും, സജഷൻസ് എന്തായിരിക്കും? പിറകോട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പോകുന്നുണ്ട്. ഒരു 2-3 ഇയേഴ്സ് മുന്നേ ഒക്കെ ഞാൻ കൊച്ചിയിലോട്ട് വന്ന സമയത്ത് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് വയ്ക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഉള്ള പോലെ മന്ത്ലി 1 lakh ടച്ച് ചെയ്യുമെന്ന് പറയുന്ന രീതിയിൽ ആർട്ടിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയ സമയത്ത് എന്താ പറയുക, ഇതിന് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. വന്ന ഒരുപാട് ഞാനെടുത്ത ഡിസിഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, പഠിക്കാനെടുത്തുള്ള തീരുമാനങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചത് മതി, ഇത് വെച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തോന്നലുണ്ടായിരിക്കും. ആർട്ട് വർക്ക് ആണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വേറെ ഏത് രീതിയിലാണെങ്കിലും ഒരു ടൈമിൽ നമ്മളത് സ്റ്റോപ്പ് ആയി പോകും. എന്നിട്ട് ആ ഒരു രീതിയിൽ തന്നെ പോകും. ആ ഒരു ടൈമിലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുക. സോ നിരന്തരമായിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിട്ടാണ് തീരുക. സോ നമുക്ക് പോസിബിൾ ആണെന്നുള്ളൊരു തിങ്ക് വെച്ചുകൊണ്ട് അതിന്റെ സാധ്യതകൾ അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. സോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ഒരുപാട് ഇൻസൈറ്റ്സ് തന്ന ആൻസേഴ്സ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റി. അതിനൊക്കെ താങ്ക്സ് പറയാണ്. വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി, നെക്സ്റ്റ് പ്ലാൻ എന്താ വിപിന്റെ? നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ,
ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന മറ്റുള്ള ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണ് വിപിനിലൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക? അവർക്ക് എന്താണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? സ്ട്രഗിൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഗ്രോത്ത് ഞാൻ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി അതെൻ്റെ ഒരു കുറച്ച് പേഴ്സണലും കൂടിയാണ്. ആ, നല്ല രീതിയിൽ ആർട്ട് വർക്കിലൂടെ ഇൻകം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായിട്ട് കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇൻകം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്ന സമയത്ത് മറ്റു ജോബൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിലൂടെ തന്നെ നല്ല ഇൻകം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ ഗ്രോ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കണ്ടന്റ്സ് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാന്നുള്ളത്. പിന്നെ കൂടുതലായിട്ട് എൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ നേരിട്ട് കൊടുക്കുന്ന ക്ലാസ്സസ് കാര്യങ്ങൾ, ഇൻഡിവിജ്വൽ സപ്പോർട്ടോട് കൂടിയിരിക്കുന്ന കോഴ്സസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സോ അതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഒരു 2 മണിക്കൂർ ഫ്രീ ക്ലാസ്സിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലോട്ട് ജോയിൻ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ചെയ്യാവുന്നതാണ്. യെസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ഈ ഒരു കോൺവെർസേഷൻ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലുള്ള കോൺവെർസേഷൻ ഫ്യൂച്ചറിലും ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ട് വിജയിച്ചവരാണ് ഭൂരിഭാഗം ആർട്ടിസ്റ്റുകളും. പക്ഷെ പലരും അവരുടെ സീക്രട്ട് ഒന്നും പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ വന്ന വഴികളൊക്കെ പ്യുവറായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന, നിങ്ങൾ കൈപിടിച്ച് ഉയർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് നല്ല മെൻറ്റേഴ്സ് നിങ്ങളുടെ ചുറ്റുമുണ്ട്. സോ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നല്ല പാതകളോടെ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ ആർട്ട് പഠിക്കാൻ, ആർട്ട് മാത്രമല്ല ആർട്ടിൻ്റെ മറ്റു പല കാര്യങ്ങളും, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ സച്ചിൻ, താങ്ക് യു. ഈ ഒരു ഇന്ററാക്ഷന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനായിട്ട് വന്നതിന് വളരെയധികം നന്ദി. ഇനി ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ ഇതിന് ആൻസർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ മറ്റൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു. യെസ്, താങ്ക് യു. ബൈ.